ഹലോ അച്ഛാ, ഞാനാണ് അഭിയാണ്. എന്താ മോനെ, എന്ത് പറ്റി? ഇന്റർവ്യൂ ഇന്നത്തേത് മാറ്റിവെച്ചു. ആ അതെയോ? ആ, നാളത്തേക്ക് മാറ്റിവെച്ചു. അപ്പൊ നീ തിരിച്ചു പോന്നോ? ഇല്ല അച്ഛാ, ഇവിടെ അടുത്തല്ലേ നമ്മളെ തറവാട്. ഞാൻ അങ്ങോട്ട് പോകാന്ന് കരുതി. അത് വേണോ? അത് സാറില്ല, കുറെ ആയില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഞാൻ നോക്കിക്കോളാം. അവിടെ കൃഷ്ണേട്ടൻ മാത്രമേ ഉണ്ടാവൂ. അയാൾക്ക് നിന്നെ മനസ്സിലാവോ? ആ ഓക്കെ. സൂക്ഷിച്ചു പോണം. നിങ്ങൾ എവിടെ വരുന്നത്? ഇതിന് മുന്നേ നിങ്ങളെ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിലമ്പൂരുള്ളതാണ്. ഞാൻ ഒരു ഇന്റർവ്യൂക്ക് വന്നു. ഇവിടെ അച്ഛൻ്റെ തറവാടുണ്ട്, ആലഞ്ചേരി മന. കേട്ടിട്ടുണ്ടോ? അവിടെ അറിയാത്ത ആളുകളുണ്ടാവും. ആലഞ്ചേരി മനയ്ക്ക് ഈ സമയത്തൊന്നും ആരും പോകാറില്ല കേട്ടോ. അതെന്താ? അല്ല, ആളുകൾ പലതും പറയുന്നുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇതാണ് ഇല്ലത്തേക്കുള്ള വഴി. ഓട്ടം ഇതുവരെ ഉള്ളൂ. ഓക്കെ, കുറച്ച് നടക്കാനുള്ളൂ. നോക്കി പോയിക്കോളിട്ടാ. എത്രയായി? 90. ഇതാ. ഓക്കെ ഓക്കെ. ഇതാ ശരി. ഓക്കെ ശരി. ആരാ? എവിടുന്നാ? ഞാൻ ആലഞ്ചേരിയിലെ ആലഞ്ചേരിയിലെ ഭാസ്കറിന്റെ മോനാ. ആലഞ്ചേരിയിലെ ഭാസ്കരന്റെ മോനാ? ആ, എന്താ ഈ സമയത്ത്? ഞാനൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വരികയാണേ. എന്നാ ഈ സമയത്ത് ഇനി ഒറ്റക്ക് പോകണ്ട, ഞാനും വരാം. വലിയ ഉപകാരം. വാ പോവാ. ചേട്ടൻ ഇവിടെ എവിടെയാ വീട്? ഞാനിവിടെ അടുത്ത് തന്നെയാ. അച്ഛന്റെ കൂട്ടുകാരനാ. ഓ, രാവും പകലും ഈ ഇല്ലത്തന്നെ ആയിരുന്നു. അത് ശരി. അച്ഛനോട് ചോദിച്ചാലും അറിയാം. ആ, ഓട്ടോക്കാരൻ അതുവരെ വരുള്ളൂ എന്നാ പറഞ്ഞു. ഈ വഴി വാഹനങ്ങൾ വരാറില്ല. ഇവിടെ ആകെ കാട് പിടിച്ചെടുക്കാൻ. ഇവിടെ ആരെങ്കിലും വരണ്ടേ? ഞാൻ വളരെ ചെറുപ്പത്തിൽ വന്നത് അവിടെ. കുറെ ആയി കാട് പിടിച്ച് കിടക്കാണ്. എല്ലാം ഇല്ലം വകയാ. ഇവിടെ നിന്ന് എല്ലാരും പോയിട്ട് കാലങ്ങളായില്ലേ. ശരി. ഇതാ വീടെത്തി. ഇതാ വീട്. ഓ, ഇതാ വീടില്ലേ? ആ, അപ്പോ മോനെ അങ്ങോട്ട് പോയിക്കോ, ഞാൻ പോട്ടെ. വലിയ ഉപകാരട്ടാ. രാത്രി ആയതോണ്ടാ കൊറായി വന്നിട്ട്. കൃഷ്ണേട്ടാ. ആരാ? ഞാനാണ് ഭാസ്കരേട്ടന്റെ മോനെ അഭി. അഭിമോനോ? കയറി വാ. എന്താ ഈ സമയത്ത്? ഞാനൊരു ഇന്റർവ്യൂവിന് വന്നതാ. അത് നാളേക്ക് മാറ്റി. അപ്പോ ഇവിടെ വരാന്ന് കരുതി. കൊറേ ആയില്ല ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഈ സമയത്തൊന്നും ഇവിടെ ആരും വരാറില്ല. പകല് വരാനില്ലേ? മോനി വഴി അറിയാമായിരുന്നോ? വഴിയൊന്നും അറിയില്ല, പക്ഷെ ഒരാള് വഴിയൊക്കെ കാണിച്ചു തന്നു. ആരാ ഈ സമയത്ത് മോന് വഴി കാണിച്ചത്? അത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടില്ലേ, എന്താ അയാളെ പേര്, ഭരതൻ. മൂപ്പരെ കാണിച്ചത്. ഭരതനോ? ആ, ഇതുവരെ വന്നു. ഭരതൻ മോനെ വഴി കാട്ടിയെന്നോ? ആ, വഴി കാണിച്ചത്. മോൻ എന്താ ഈ പറയണത്? ആ, ഭരതൻ ഇവിടുന്ന് അങ്ങോട്ട് പുള്ളി അങ്ങോട്ട് വഴി കാണിച്ചു. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകുകയും ചെയ്തു. മോനകത്തേ കയറ്. ആയിക്കോട്ടെ. ഈ കുട്ടി എന്താ പറഞ്ഞ ഭരതനെ കണ്ടെന്ന്? ഇവിടെ കവറേജ് അല്ല മോനെ, മോൻ ഭരതൻ തന്നെയാണോ കണ്ടത്? ആ, ആളെനിക്ക് ഭയങ്കര ഉപകാരം ചെയ്തു തന്നത്. അവിടുന്ന് ഇതുവരെ ഞങ്ങളൊപ്പം സംസാരിച്ച് വന്നത്. അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. ഈ ഫോട്ടോയിലുള്ള ആരെങ്കിലും ആണോ മോൻ കണ്ടത്? ആ, ഇയാളെന്നെ. ഇത് പുറത്തുള്ളവരൊന്നല്ല, നമ്മളെ സ്വന്തം തന്നെയാണ്. മോൻ ആള് മാറിയിട്ടുണ്ടാവും. ഏയ്, മാറിയിട്ടൊന്നുമില്ല. ഇയാളെന്നെ. ആള് സിഗരറ്റ് മോന് പേടിക്കൊന്നും വേണ്ട. ഇയാള് മരിച്ചിട്ട് വർഷങ്ങളായി.
മോൻ പേടിക്കൊന്നും വേണ്ട. മോൻ ഭക്ഷണം കഴിച്ചാണോ? മോൻ ഫ്രഷായി പോയി കിടക്കും. മോൻ കയറിക്കോ. മോൻ വാ, മോളിലാണ് റൂം. മോളിലാ? പിന്നെ പഴയ വീടല്ലേ, ചില തട്ടുമുട്ടൊക്കെ ചിലപ്പോൾ കേൾക്കും. മോനൊന്നും മൈൻഡ് ചെയ്യണ്ട. കൃഷ്ണേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചാ? ഞാനിവിടെ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഓ, അഭികുടം കഴിച്ചതല്ലേ? ഭക്ഷണം കഴിച്ചതല്ലേ? ആ ഞാൻ കഴിച്ചതാ. ഞാൻ വൈകിട്ടേ കഴിക്കാറുള്ളൂ, രാത്രി അങ്ങനെ കഴിക്കാറില്ല. ഡയറ്റിങ്ങിലാണ്. അത് ശരി. ആ, അഭിമോൻ്റെ റൂം അതാ. ഫ്രഷായി കിടന്നോളൂ. ആ റൂമിലെ ലൈറ്റ്. അയ്യോ,
ഭഗവാനെ, ഈ കുട്ടി എന്താ ഇവിടെ കിടക്കണ്? മോനെ, അഭിമോനെ, മോനെന്താ ഇവിടെ കിടക്കണ്? മോൻ രാത്രി അവിടെയല്ലേ കിടന്നത്? എങ്ങനെ ഇവിടെ എത്തി? മോനെ, അബി, എന്താ മോനെ? അബി, ദൈവമേ, ഈ കുട്ടിക്ക് ഇത് എന്ത് പറ്റി? ദൈവമേ, ഇവൻ എവിടെ? ഇവനിത് എന്ത് പറ്റി? മോനെ, അഭിമോനെ, നിക്ക്, പോവല്ലേ. നീ ഇത്ര രാവിലെ അങ്ങോട്ടാ? നിക്ക്, പോവല്ല. ചോദിക്കട്ടെ. വന്ന് വേറെ ആളുണ്ടായിരുന്നു. 2-3 ആൾക്കാർ